കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് പഞ്ചായത്തിലാണ് അച്ചൻകോവിൽ ധർമ്മശാസ്താ ക്ഷേത്രം. പ്രധാനമൂർത്തി പൂർണ്ണ പുഷ്കല സമേതനായ ധർമ്മശാസ്താവ്. ഈ പ്രദേശത്ത് പരശുരാമൻ സ്ഥാപിച്ച 5 ശാസ്താക്ഷേത്രങ്ങളിൽ അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, കാന്തമല, ശബരിമല പഴയ വിഗ്രഹമുള്ളത് അച്ചൻകോവിലിൽ മാത്രമാണെന്നാണ് വിശ്വാസം. അച്ചൻകോവിലിൽ ഗ്രഹസ്ഥം, ആര്യങ്കാവിൽ കൗമാരം, കുളത്തൂപ്പുഴയിൽ ബാല്യം, കാന്തമലയിൽ വാനപ്രസ്ഥം, ശബരിമലയിൽ സന്യാസം എന്നീ അവസ്ഥകളിലാണ് ശാസ്താവെന്നും വിശ്വാസമുണ്ട്. അച്ചൻകോവിലെ ശാസ്താവിൻ്റെ കൈ ചിന്മുദ്രയിലല്ല. ശാസ്താ വിഗ്രഹത്തിൻ്റെ കയ്യിൽ ചന്ദനം അരച്ചു വയ്ക്കും. വിഷം തീണ്ടിയവർക്ക് ഇത് കൊടുത്താൽ വിഷമിറങ്ങുമെന്ന് പ്രബലമായ വിശ്വാസമുണ്ട്. അതിനാൽ ഏത് സമയത്തും ഈ ക്ഷേത്രത്തിൻ്റെ നട തുറക്കും. ഇതിനായി ക്ഷേത്രത്തിൽ പണ്ടു മുതലേ 2 ശാന്തിക്കാരുണ്ട്. വിഷം തീണ്ടിയവർ എത്തിയാൽ ഏതർദ്ധരാത്രിയിലും ശാന്തിക്കാരൻ കുളിച്ച് നട തുറക്കും. ശാസ്താവിൻ്റെ കയ്യിൽ അരച്ചുവെച്ച ചന്ദനം മുറിപ്പാടിൽ തേക്കും. കഴിക്കാനും കൊടുക്കും. പഴയകാലത്ത് ഈ ക്ഷേത്രം വിഷചികിത്സയ്ക്ക് പ്രസിദ്ധമായിരുന്നു. അച്ചൻകോവിൽ മലയുടെ കിഴക്ക് വടക്കേ കോണിലുള്ള താഴ്വരയിലാണ് ക്ഷേത്രം. തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തമിഴ് ആചാരങ്ങളും ക്ഷേത്രത്തിലുണ്ട്. മരച്ചുവട്ടിലെ പുൽപ്പുരയിലായിരുന്നു പണ്ട് അച്ചൻകോവിൽ ക്ഷേത്രം. ഒരു വേനൽക്കാലത്ത് പെട്ടെന്ന് അഗ്നിബാധയുണ്ടായി. വിഗ്രഹം ഇളക്കി മാറ്റാൻ ശാന്തിക്കാരൻ 2 കൽപ്പിച്ച് തയ്യാറായി. വിഗ്രഹം ഇളകുന്നില്ല. വിഗ്രഹം ഇളക്കാൻ പറ്റുന്നില്ലെങ്കിൽ താനും മരിച്ചോട്ടെ എന്ന് കരുതി പൂണൂൽ ഊരിപ്പിടിച്ച് ശാന്തിക്കാരൻ പരിശ്രമം തുടർന്നു. ഒടുവിൽ വിഗ്രഹം ഇളക്കിയെടുത്ത് താഴെ മഠത്തിൽ കൊണ്ടുവച്ച ശേഷം ശാന്തിക്കാരൻ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതായിട്ടാണ് ഐതിഹ്യം. കൊല്ലവർഷം 1106 മകരം 12-ന് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തി. മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിന ഉത്സവം. തമിഴ്നാട്ടിലെ ചെമ്പഴന്നൂരിൽ നിന്നും എത്തിയ ഇളമ്പഴത്തൂർ സ്വരൂപക്കാരായ പാണ്ഡ്യരാജാക്കന്മാർ ദീർഘകാലം താമസിച്ച സ്ഥലമാണ് അച്ചൻകോവിൽ എന്നാണ് പുരാവൃത്തം. മറവപ്പടയുടെയും തിരുമല നായ്ക്കൻ്റെയും കണ്ണെത്താത്ത സ്ഥലം. ഇവരുടെ തമ്പുരാട്ടിമാരെ പിന്നീട് കോന്നിയിലേക്ക് മാറ്റി. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രം വഴി അച്ചൻകോവിലേക്ക് പഴയകാലത്ത് കാട്ടുപാതയുണ്ടായിരുന്നു. ഈ സ്വരൂപമാണ് പിന്നീട് പന്തളം രാജകുടുംബമായി മാറിയത് എന്നാണ് ചരിത്രം. പന്തളം രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മറഞ്ഞു നിന്ന് തൊഴും. രാജാവിനെ കണ്ടാൽ ശാസ്താവ് എഴുന്നേൽക്കണമെന്നതിനാൽ അങ്ങോട്ട് കാണണം, ഇങ്ങോട്ട് കാണരുത് എന്നാണ് വിശ്വാസം. ശബരിമലയിലും ഇതേ രീതി തന്നെയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ അച്ചൻകോവിൽ ശാസ്താവും പരിവാരമൂർത്തികളും എന്ന അധ്യായത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്.